അച്ഛമ്മയോട് ചോദിച്ചോളൂ പയറ പൊട്ടിക്കേണ്ടി ഞാൻ മറ്റാരിക്കണം. അമ്മ നിങ്ങള് എന്താ പടവലങ്ങ വിളവെടുക്കുക? പയറ് ആ പയറൊക്കെ ഇന്നോട്ടെ അമ്മ ചോളത്തുമ്പോ കായ ഉണ്ടാവണ്. അവിടെ മതിരിച്ചാരിട്ടൊന്നുമില്ലേ? പയറ് പഴുത്തതാണ് പച്ച. എന്ത് പൊട്ടിച്ചതാ? ഇതെന്ത് മാറ്റാൻ? ഞാനും അമ്മയും കൂടി കുറേ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തോട്ടിൻ്റെ അപ്പുറത്ത് ഒരു കണ്ട ഒഴിഞ്ഞിടക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ചെത്തിക്കോരി കുറേ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ മഴ പെയ്തപ്പോൾ ഒക്കെ നാശമായിട്ടോ. അപ്പോൾ ഞങ്ങൾ പയ്യുമ്പോൾ കുറേ പയറൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ചെടുക്കട്ടോ. അല്ലെങ്കിൽ പിന്നെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഒറ്റ പയറും കിട്ടില്ല കേട്ടോ. കാരണം ഒക്കെ വെള്ളത്തേക്ക് കാറ്റുകൊണ്ട് ഒക്കെ വെള്ളത്തേക്ക് പിന്നെ വീണ്ടും കേട്ടോ. ഒരു നെടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ കയറൊക്കെ കെട്ടിക്കൊടുത്ത് ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാറ്റുകൊണ്ട് ഒക്കെ പൊട്ടി ഒക്കെ വെള്ളത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ പയറൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു പെരിക്കുള്ള പയറൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ നേടി. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. പിന്നെ കുറേ വെള്ളരിക്കയും അതുപോലെ ചീരയും മുളകും തക്കാളിയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചീര ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, പച്ചമുളകും തക്കാളിയൊക്കെ ചീഞ്ഞ് പോയിട്ടോ. ഒക്കെ ഉണ്ടായി വരുന്നുണ്ടാവുള്ളൂ, പൂവൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോൾ കണ്ട മൊത്തം വെള്ളമായി. അതുകൊണ്ട് ഇനി അയിമ അവിടെ നിന്ന് ഒരു ഒറ്റ പയർ കിട്ടില്ല കേട്ടോ. കുറേ പയറൊക്കെ ഞാൻ അറുത്തു. പിന്നെ അത് അമ്മ എന്താ പറയുക നെടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടി നിവർത്തി നോക്കി കിട്ടും. പക്ഷെ നിവർത്തി നോക്കിയിട്ട് നിവർന്ന് നിൽക്കണില്ല. അപ്പോൾ അമ്മ വന്നിട്ടൊന്ന് നിവർത്തി നിർത്തിയിട്ട് പയർ പൊട്ടിക്കാറുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ എന്താ പറയുക വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒന്നിച്ചാണ് ചാഞ്ഞ് കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ വടിയൊന്ന് ആ കുത്തി കൊടുത്ത വടിയൊന്ന് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് അടിയത്തെ പയറൊക്കെ പൊട്ടിക്കാനിട്ടെ. അപ്പോൾ അമ്മ എന്താ പറയുക ഇറങ്ങി തോട്ടിക്ക് കേട്ടോ. അപ്പോൾ അത് ആ മക്കളപ്പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ തോട്ടിൽ. പിന്നെ വെള്ളത്തിനധികം കേടൊന്നുമില്ല, കാരണം ഒഴുകണ വെള്ളമല്ലേ. അതുകൊണ്ട് മക്കളതിൽ എന്താ പറയുക നീന്തി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൂസും സോനും കൂടി കേട്ടോ. അമ്പാടി പിന്നെ ആ കാര്യത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ പയറൊക്കെ പൊട്ടിച്ച് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ പടവലഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. പടവലഞ്ഞി പിന്നെ കിണറിൻ്റെ ആ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിന് കേടൊന്നും വന്നില്ല. ഇനിയിപ്പോൾ തോട്ടിക്ക് നല്ല മഴ പെയ്തെങ്കിൽ പിന്നെ തോട്ടിക്ക് ഇറങ്ങാൻ പിന്നെ ഭയങ്കര മടിയോ. കാരണം നല്ല വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങാനും മടിയാണ്. പിന്നെ അപ്പുറത്ത് ആകെ പൊന്തൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം തന്നെ പൊന്തൊക്കെ ആകെ വന്നിട്ടോ. കാരണം ഞങ്ങൾ പച്ചക്കറി നടാൻ പോയിട്ട് ആകെ ചെത്തിക്കോരി വൃത്തിയാക്കിയ സ്ഥലം ആകെ പൊന്തയും കാടും പിടിച്ച് ആകെ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ പിന്നെ വെള്ളരിയൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളരിക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടോ. അതേപോലെ പയർ ഞങ്ങൾക്ക് 4 പ്രാവശ്യം ഞങ്ങൾ പയർ പൊട്ടിച്ചുപ്പേരി ഉണ്ടാക്കി. പിന്നെ ചീര ഞങ്ങൾ 2 പ്രാവശ്യം തന്നെ ഇട്ട് പൊട്ടിച്ചു. അപ്പം ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ കയറിയില്ലേ. തക്കാളിയും മുളകും മാത്രം പിന്നെ കിട്ടിയില്ല. കാരണം അവിടെ അപ്പയ്ക്ക് പൂവിട്ട് വരുന്നുണ്ടാണ്. അപ്പയ്ക്കല്ലേ മഴ പെയ്തത്. പിന്നെ ചോളകം കുത്തിയിട്ടുണ്ടായിരുന്നു. ചോളകം 2 പ്രാവശ്യം മയില എന്താണെന്നാവട്ടെ കടിച്ചിട്ട് അതിൻ്റെ തല ഇങ്ങോട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറിച്ചിട്ട് കുഴിച്ചിട്ടു. പിന്നെ ഉണ്ടായിട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ തല മുറിച്ചിട്ടിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അത് ഉണ്ടായി. കതിരൊക്കെ ഇട്ട് എന്താ പറയുക ചോളകം കുലയ്ക്കാൻ അങ്ങനെ തുടങ്ങിയപ്പോഴേക്ക് ഇതാ മഴയും പെയ്തില്ലേ. ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഇനി അതൊന്നും കിട്ടില്ല. അപ്പോൾ കിട്ടുന്നതിന് പോന്നോട്ടെ കരുതിയിട്ട് ആ പയറൊക്കെ നല്ല പൊട്ടിച്ചിട്ടോ. പിന്നെ അങ്ങനെ കുറേ വിത്തും ഉണ്ടായിരുന്നു. പയറിൻ്റെ വിത്തിന് നിർത്തിയിരുന്ന അമ്മ കുറേ. അതൊന്നും കിട്ടിയില്ല. അതൊക്കെ ചീഞ്ഞ് പോയി. ഇനിയിപ്പോൾ അതൊന്നും പയറെന്തായാലും മുളയ്ക്കും. പക്ഷെ എടുത്തേക്കാൻ പറ്റില്ല, അതിങ്ങോട്ട് ചീഞ്ഞിട്ടേ. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഇട്ടു. ഇനിയിപ്പോൾ എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞ് എന്താ പറയുക ഒക്കെ ആകെ ഒടിഞ്ഞ് പോകും. അപ്പോൾ ഇനി വെള്ളരിക്ക കുറച്ച് നോക്കിയാൽ കേട്ടോ. വെള്ളരിക്കേൻ്റെ കുറേയൊക്കെ ഭാഗങ്ങളൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വള്ളിയൊക്കെ. അപ്പോൾ ഇനി ഒന്ന് തേഞ്ഞ് നോക്കിയാൽ ചിലപ്പോൾ കിട്ടിക്കൂടായി ഇല്ല കേട്ടോ. കുറേ വെള്ളരിക്ക അവിടെയൊക്കെ നിൽക്കണുണ്ടായിരുന്നു. ഞാൻ കുറേ നോക്കിയപ്പോൾ അതിൻ്റെ പൂവലൊക്കെ നിൽക്കണമായിരുന്നു. കുറേ പിന്നെ ചെറിയ പൂവലൊക്കെ നിൽക്കണ്ടായിരുന്നു. ഇനിയൊക്കെ കണ്ടോന്നാവട്ടോ. കണ്ടോ പാടം മൊത്തം വെള്ളം കയറി കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ എന്താ പറയുക ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇനി വേനൽക്കാലം വന്നാൽ മാത്രമേ ഇനി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ഈ പച്ചക്കറി ഉള്ള കാരണം ഞങ്ങൾക്ക് വെള്ളരിക്കയും പയർ അതൊന്നും ചീരൊന്നും വാങ്ങേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യും. ഞാൻ അമ്മയും അങ്ങനെ എല്ലാതും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കും. പിന്നെ കുറേ ചാക്കിലൊക്കെ പിന്നെ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെന്ന് കേട്ടോ. പക്ഷെ പാടത്തുണ്ടാക്കിയത് കുറച്ച് പിടിച്ചിട്ടോ. അപ്പോൾ അതാ വെള്ളരിക്ക ഉണ്ടാവും. കുറേയൊക്കെ പോയി ആകെ ചീഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നോക്കിയാൽ അറിയാം. അപ്പോൾ
അപ്പോൾ അമ്മ ആ പയറൊക്കെ അതിൻ്റെ നെടിയൊക്കെ നിവർത്തിയിട്ട് അതിൽ കുറേ പയറൊക്കെ ഉണ്ടാകും, അതൊക്കെ പൊട്ടിച്ച് കണ്ടോ. വെള്ളരിക്ക കണ്ട് ചീഞ്ഞിട്ട് നോക്കാത്തതുകൊണ്ടായിട്ടോ ചീഞ്ഞ് പോയത്. എന്താ പറയുക, രണ്ട് വെള്ളരിക്ക ഉണ്ടായിരുന്നു, രണ്ടും ചീഞ്ഞ് പോയി. പിന്നെ അതാ ചീനി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ 2-3 വെണ്ടയ്ക്കയുടെ തൈ നിൽക്കുന്നുണ്ട്. അത് പറിച്ചിട്ട് ഇനി വേഗം ചാക്കിൽ കൊണ്ടുവയ്ക്കണം. ഇനിയിപ്പോൾ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല കേട്ടോ, അതൊന്നും ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ അതാ 2 വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ ചീഞ്ഞ് പോയി. പിന്നെ പയറും പടവലിഞ്ഞ് കിട്ടി. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതിയിരിക്കട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.